LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി നിലമ്പൂരിനെ ഇളക്കിമറിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണ യോഗങ്ങൾ. ഏത് ചുമതലയും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന എം സ്വരാജിനെ നിങ്ങൾ ജയിപ്പിക്കണമെന്ന് സ്വരാജിന്റെ ജന്മദേശമായ പോത്തുകല്ലിൽ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ വൻ ഖരഘോഷത്തോടെയാണ് അത് ജനം ഏറ്റെടുത്തത്. സ്വരാജ് പിച്ചുവെച്ച് വളർന്ന നാടും നാട്ടുവഴികളും ആദ്യപാഠങ്ങൾ പഠിച്ച സ്കൂളും അവിടുത്തെ കൂട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെയുള്ള പോത്തുകല്ലിൽ മുഖ്യമന്ത്രിയുടെ പൊതുയോഗത്തിലേക്ക് എത്തിയത് വൻ ജനാവലിയാണ്. സ്വരാജിനെ നിങ്ങളുടെ മുന്നിൽ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് അയക്കുക. ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ കാത്തിരിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ മുസ്ലിം സമുദായം എല്ലാ കാലത്തും അകറ്റി നിർത്തിയ പ്രസ്ഥാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിന് അപരിചിതമായ ഒന്നല്ല. എല്ലാവർക്കും പരിചിതമായൊരു പേരാണ്. എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. പലസ്തീനോടൊപ്പമാണ് എപ്പോഴും ഇടതുപക്ഷം. എന്നാൽ പലസ്തീനോടുള്ള കോൺഗ്രസ് നിലപാട് എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. നമ്മുടെ രാജ്യത്തെ വലിയൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ്. രാജ്യത്ത് എവിടെയാ അവര് ഈ പറയുന്ന ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ തയ്യാറായത്? ക്ഷേമ പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കും. ഒരു വിഭാഗം ജനങ്ങളുടെ അവകാശമാണ് ക്ഷേമ പെൻഷൻ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാസം തോറും പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇവിടെ നിൽക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, വർദ്ധിപ്പിക്കും തന്നെയാണ്. ഉചിതമായ സമയത്ത് അതിനാവശ്യമായ തീരുമാനങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നടപ്പിലാവില്ല എന്ന് കരുതിയ എത്രയോ പദ്ധതികളാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് LDF സർക്കാർ നടപ്പിലാക്കിയത്. ഈ വികസനത്തിന് തുടർച്ചയുണ്ടാകണം. മൂന്നാമതും LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം. അതിന്റെ തുടക്കമായി നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, നിലമ്പൂർ.